നല്ല കൺഫ്യൂഷൻ അങ്ങനെ ചേഞ്ച് ചെയ്തു. വേറൊരു കാര്യം, ഹലോ, അപ്പോൾ കുറേ നാളായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. അതാണ് ഇത്രയും ഒരു ഡിലേ വന്നത്. അപ്പോൾ എന്തായാലും ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പോവാന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക്. ഓഗസ്റ്റ് മാസമായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇതുവരെ കലണ്ടർ ഒന്നും തിരിച്ചിട്ടിട്ടില്ല. ആദ്യം തന്നെ അത് ചെയ്തിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം, ഒന്നാമത്തെ കാരണം സുഖമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നല്ല മടിയും വന്നു. അതൊക്കെയാണ്. അതുപോലെ ഈ ഒരു സ്റ്റിക്കർ സെറ്റ് വാങ്ങിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോഴാണ് വാങ്ങിച്ചത്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതല്ല. ഞാൻ പുറത്തൊരു ഷോപ്പിൽ കണ്ടപ്പോൾ അവരിങ്ങനെ സിംഗിൾ പീസായിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒരു സ്റ്റിക്കർ ഷീറ്റിന് 15 രൂപയാണ് വരുന്നത്. അപ്പം മൊത്തത്തിൽ വാങ്ങുമ്പോൾ ഒരു 150ക്ക് തരാമെന്ന് പറഞ്ഞപ്പം അതല്ലേ ലാഭം. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചു. ഇല്ലെങ്കിൽ ഒരു ഷീറ്റിന് 15 എന്ന് പറയുമ്പം 10 ഷീറ്റിന് തന്നെ 150 രൂപയാവും. ഇത് 20 ഷീറ്റ് ഉണ്ടല്ലോ. അതും നല്ല സെറ്റ് സാധനമാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റിക്കേഴ്സിനൊക്കെ. ഈ ഒരു ടേബിളിലൊക്കെ വന്നിരുന്നിട്ട് കുറേ നാളായി. മണി പ്ലാന്റ് ഒക്കെ യെല്ലോ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. ഈ ഒരു വാലിൽ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മുന്നേ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ എന്തെങ്കിലും മേക്ക് ഓവർ പോലെ, വലിയ മേക്ക് ഓവറൊന്നും അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇല്ലെങ്കിൽ ഇന്നും മടിയായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കൂല. ഇത് കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് നാളായി. പക്ഷേ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ആർട്സ് ഓഫ് നന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിൽ നിന്നാണ് ഞാനിതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചത്. അവർ നല്ല ക്വാളിറ്റിയിൽ പ്രിന്റ് എടുത്ത് തരുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ അവർ നല്ല ക്വാളിറ്റി തന്നെ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ വൈബിന് സെറ്റ് ആയിട്ടുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് പ്രിന്റ് എടുക്കാം. ഒക്കെ ഞാൻ സെയിം സൈസിൽ വേണം എന്നല്ല പറഞ്ഞത്. കുറച്ച് വലുതാണ്, കുറച്ചൊക്കെ ചെറുതാണ്, കുറച്ച് മീഡിയം സൈസ് ഉണ്ട്. എനിക്ക് അങ്ങനെയായിരുന്നു വേണ്ടത്. അതുകൊണ്ട് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരേ സൈസിലുള്ള കുറച്ച് പിക്ചേഴ്സാണ് നമുക്ക് പിള്ളാണ്ട് വാങ്ങുമ്പോൾ കിട്ടുക. അതുപോലെ തന്നെ ഞാൻ ഇവരോട് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും കൂടെ പ്രിന്റ് എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അധികവും ഇങ്ങനെ പാറ്റേൺ പേപ്പേഴ്സ് പ്രിന്റ് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒട്ടിക്കാറൊക്കെയാണ് ചെയ്യാറ്. നല്ല രസമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒട്ടിക്കുമ്പോൾ. പ്രിന്റിന്റെ ക്വാളിറ്റീനെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാരണം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന്. അപ്പം ഇതിന്റെ ക്വാളിറ്റി ഞാൻ ഇതുവരെ കണ്ടതിൽ കുറച്ച് ബെസ്റ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഞാൻ വീട്ടിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പേജ് എന്തായാലും ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഇങ്ങനത്തെ പ്രിന്റ് ചെയ്യുന്ന സംഭവങ്ങളും ചെയ്തു തരും. അതുപോലെ വേറെയും കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇത് കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ജേർണലിങ് ചെയ്യാനും വാൾ പോസ്റ്റേഴ്സ് അപ്പം തന്നെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ തോന്നിയിരുന്നു. പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് ഒന്നും അങ്ങ് നടന്നില്ല. ഇപ്പോഴാണ് നടക്കുന്നത്. അതുപോലെ ഇത് ഞാൻ പറയാത്തൊരു സാധനമാണ്. ചെറിയൊരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാണ്ട് വെച്ച സാധനമാണിത്. ഇതെന്താന്ന് ചോദിച്ചാൽ ഒരു റിംഗ് ആൽബമാണ്. റിംഗ് ആൽബത്തിൽ എന്ത് വേണം? ഫോട്ടോസ് വേണം. ഫോട്ടോസ് ആണെങ്കിൽ ഇതെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഫോട്ടോസ് എൻ്റെ സ്റ്റോറി ഹൈലൈറ്റിലുള്ള കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി ആള് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തോ ഒന്ന് ഈ പെട്ടിയിലുണ്ട് എന്നറിയാം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചതാണ്. ഇതാണ് സാധനങ്ങൾ. ഇതൊക്കെ എൻ്റെ സ്റ്റോറി ഹൈലൈറ്റിലുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെയാണ്. അതൊക്കെ ആള് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചതാണ്. നിങ്ങൾ എന്തായാലും പേജ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കുറേ അടിപൊളി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും പേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുറേ ദിവസമായി ഞാൻ വാൾ പോസ്റ്റേഴ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഉള്ള സാധനങ്ങൾ ഹാങ് ചെയ്തത് മാറ്റിയിട്ട് കുറേ നാളായി. പക്ഷേ ഒട്ടിക്കായിട്ടൊരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ട്. ഞാൻ കുറേ മുന്നേ ഒട്ടിച്ചതിൻ്റെ കുറച്ച് പശ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് എന്തായാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കണം. അതും വേണം. ഇതിപ്പോൾ എടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എടുത്ത് മാറ്റിയ സാധനം അവിടെ വെക്കാനും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട്
ഇതൊക്കെയാണ് ഞാൻ പ്രിൻ്റ് എടുത്ത സംഭവങ്ങൾ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഒട്ടിച്ചിട്ട് ആ ഒരു വൈബ് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം ഓഗസ്റ്റ് ആണ്, പുതിയൊരു മാസമാണ്. കുറേ ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് മടിയായിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ കുറച്ചൊരു ഉണർവ് വരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഹാങ് ചെയ്ത് വെച്ച പോസ്റ്റേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് വാളൊക്കെ വൃത്തികേടായിന്ന്. ഈ ഒരു ഏരിയ ആണ് കുറച്ചധികം വൃത്തികേടായത്. അതുകൊണ്ട് ഇതിനങ്ങ് എടുത്തു കളഞ്ഞാൽ മൊത്തം വൃത്തികേടാവും. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാനുള്ള ഒരു സംഭവം കിട്ടിയാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഒരുമാതിരി തോന്നും. അതാണ് ഇത് കിട്ടുന്നവരെ ഞാൻ അതവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചത്. അത് മാറ്റിയിട്ട് ഇന്ന് നമുക്ക് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി ഒട്ടിക്കുമ്പോൾ എവിടെ ഒട്ടിക്കണം എന്നൊക്കെ ഞാൻ നോക്കി ഒട്ടിക്കുന്നില്ല. എൻ്റെ മെയിൻ ഉദ്ദേശം നമ്മുടെ ആ കലകളും കാര്യങ്ങളൊക്കെ ഒന്ന് മറയണം, എന്നാലൊന്ന് കവർ ചെയ്ത് വൃത്തിയിൽ കിട്ടുക വേണം. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനൊക്കെ ഒട്ടിച്ച് പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ സെലോ ടാപ്പാണ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സെലോ ടാപ്പാണ്. ആദ്യം ഞാൻ വാഷി ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ വാഷി ടേപ്പ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രിൻ്റ് വരുമല്ലോ, അപ്പം അതിലേക്ക് കുറച്ച് അട്രാക്ഷൻ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാമെന്ന്. ഇത് വെച്ചിട്ടാണ് ഞാൻ മുന്നേയുള്ള പോസ്റ്റേഴ്സും ഏതൊക്കെ ഒട്ടിച്ചത്. ഇത് കുഴപ്പമില്ല ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള സെലോ ടാപ്പ് ഒട്ടിക്കുമ്പോൾ. ഫൈനലി വാൾ പോസ്റ്റേഴ്സൊക്കെ നല്ല സെറ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു മേക്ക് ഓവർ വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം പ്രത്യേകിച്ച് നമ്മൾ മേക്ക് ഓവർ എന്ന് പറയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. കുറച്ച് പോസ്റ്റേഴ്സ് മാത്രമേ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നല്ലൊരു ചേഞ്ച് തന്നെയാണ് ഈ പോസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളായാലും ഇപ്പം എന്തെങ്കിലും ഒരു കുഞ്ഞു മേക്ക് ഓവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോസ്റ്റേഴ്സ് എങ്കിലും മാറ്റി വെച്ചാൽ മതി, നല്ല സെറ്റാവും. അതുപോലെ ഞാനൊരു കുഞ്ഞ് സൺസെറ്റ് ലാമ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി. കുഞ്ഞ് സൺസെറ്റ് ലാമ്പാണ് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല വൈബായിട്ടുണ്ട് ഇതൊക്കെ വന്നപ്പോൾ. ഡെസ്കിൻ്റെ കുറച്ച് വൈബ് അങ്ങ് മാറി, നല്ലൊരു പിൻട്രസ്റ്റി എസ്തെറ്റിക് ആയ പോലെ. അല്ലാണ്ട് ഞാനിങ്ങനെ അധികം പോസ്റ്റേഴ്സ് ഒന്നും ഒട്ടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ പോസ്റ്റേഴ്സ് ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഒരു കുഞ്ഞ് അൺബോക്സിംഗ് ആണ്. വേറെ ഒന്നുമല്ല, ഞാനൊരു മൈക്ക് വാങ്ങിച്ചു. കുറേ നാളായി ഇത് വാങ്ങിക്കാൻ വിചാരിക്കുന്നു, പക്ഷേ വേണോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാണ്ട് നിന്നതാണ്. ഫൈനലി ഞാനിത് വാങ്ങിച്ചു. ഹലോ ഗായ്സ്, അപ്പം നമുക്ക് മൈക്ക് കിട്ടിയിട്ടുണ്ട്. സൗണ്ട് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം, മൈക്കൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ സൗണ്ടിൽ വ്യത്യാസം വരും. വേറൊരു കാര്യം, എനിക്ക് മൂക്കടപ്പൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ഇത്? ചിലപ്പോൾ ഒരു 100 പ്രാവശ്യം ഞാൻ ചോദിക്കുന്നുണ്ടാവും ഈ ഒരു വീഡിയോ തന്നെ, എങ്ങനെയുണ്ട് അത് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് അറിയാത്തോണ്ടാണ്. എനിക്കിതിവിടെ ക്ലിപ്പ് ചെയ്തിട്ട് അങ്ങ് ശരിയാവുന്നില്ല. അത് ഈ ടീഷർട്ട് ആയോണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്തോ അങ്ങ് സെറ്റ് ആവുന്നില്ല. പിന്നെ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പം പിന്നെ പറയാൻ മറന്നുപോയി, ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ വോയിസ് ഓവറിൽ ഇത് പറയുമെന്ന് എനിക്കറിയില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ഇന്നലെയാണ് ഈ വാൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചത്. വാൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചപ്പോൾ നല്ല വൈബായി. വാളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. അപ്പം ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് മൂക്കടപ്പൊക്കെ ഒന്നും അങ്ങോട്ടൊന്നും മാറിയിട്ടില്ല. ഇപ്പം ഇന്നാണ് കുളിച്ചത്. അപ്പം കുളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസമുണ്ട്. എന്നാലും എന്താ പറയുക, ഇവിടെ നല്ല വേദന, പിന്നെ തൊടുമ്പം വേദനയുണ്ട്. എന്താണെന്നറിയില്ല. പനി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പനി മാറി, ബട്ട് ആഫ്റ്റർ എഫക്റ്റ് അങ്ങ് റെഡി ആയിട്ടില്ല. അതെപ്പോഴാണ് റെഡി ആവാന്നറിയില്ല. ഞാൻ വിചാരിക്കും മാറിയെന്ന്, പക്ഷേ എങ്കിലും മാറിയിട്ടുണ്ടാവില്ല. മാറിയാലൊന്നും സെറ്റായിട്ട് വീഡിയോസൊക്കെ ഇടാനും. ഇതിപ്പോൾ വീഡിയോസ് ഇടാണ്ട് മടിയായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വാൾ പോസ്റ്റേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പം പിന്നെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തത്. പിന്നെ അന്ന് തന്നെ ഇന്നലെ തന്നെ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ചെയ്തില്ല. അപ്പോഴത്തേക്കും അതും മടിയായിപ്പോയി. അങ്ങനെ ഇന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് ഇന്ന് മൈക്ക് കിട്ടിയത്. അപ്പം മെയിനായിട്ട് അപ്ഡേറ്റ് പറയാനുള്ളത്, ഞാൻ ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് ഞാൻ PG ചെയ്യുക, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് എടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വൺ ട്വിസ്റ്റ് സംഭവിച്ചു. ചെറുതായിട്ട് കോഴ്സ് അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഞാനിപ്പോൾ പഠിക്കുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൾട്ടിമീഡിയ ആണ്. ഇപ്പോൾ പഠിക്കുന്നത്. പഠിക്കാന്ന് പറഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ഓറിയന്റേഷൻ ക്ലാസ് പോലെ ഒരു 1 മന്ത് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ക്ലാസ് ആയിട്ട് ഓഗസ്റ്റ് ഒരു ഹാഫ് ഒക്കെ ആകുമ്പോൾ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ചെയ്യാം.
അതാണ് മെയിനായിട്ട് ഉള്ള അപ്ഡേറ്റ്. പിന്നെ നമുക്ക് മൈക്ക് കിട്ടി, ഇപ്പം ഇങ്ങനെ ഇരുന്നൊക്കെ സംസാരിച്ച് ശീലമായിട്ട് വരണം. അയ്യോ, ഇങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ കമൻസിൽ പറയൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ജേർണലിങ് ചെയ്യണോ? ജേർണലിങ് ചെയ്താലോ? ഓഗസ്റ്റ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം ഒരു ജേർണലിങ് ചെയ്താലോ? ഇന്നലെ ജേർണലിങ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മടി കൊണ്ട് ചെയ്തില്ല. നമുക്ക് ഇപ്പോൾ ഒരു ജേർണലിങ് ചെയ്താലോ? ഒന്ന് പ്ലാൻ ചെയ്താലോ? പിന്നെ ഞാൻ ചോദിച്ചതുപോലെ ഇപ്പം ജേർണലിങ് ചെയ്യണോ എന്നുള്ളൊരു നല്ല കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മെയിനായിട്ട് എനിക്ക് നേരത്തെ എടുത്ത് വെച്ച വീഡിയോസ് ഉണ്ടല്ലോ, വാൾ പോസ്റ്റേഴ്സൊക്കെ, അതൊക്കെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ എനിക്ക് നാളെ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇപ്പം ജേർണലിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എനിക്ക് നാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു കുഞ്ഞു വീഡിയോ പോലെ ഇങ്ങനെ പോട്ടെ, കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നാളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വേറെ എടുക്കാം. അതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മൈക്കൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പറയാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കറിയില്ല, എനിക്കിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരുമാതിരി തോന്നിയിട്ട് ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് രസമാണ്. വോയിസ് ഓവറിനേക്കാളും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം എനിക്ക് എന്തോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്ന് എനിക്ക് നിങ്ങൾ എന്നെ കമൻസിൽ പറയാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.